സാന്ദ്രാനന്ദ ബോധാത്മകാനുമമിതം കാലദേശാമതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാദ്യേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. എന്താ ഇതിന്റെ ഇടയിൽ എവിടെ നമ്മള് കോറസ് പാടായി അതിന് സംഭവം ഞാൻ പറഞ്ഞ ഈ ബ്രഹ്മതത്വം പറഞ്ഞില്ല. ബ്രഹ്മതത്വം പറഞ്ഞപ്പോ നിങ്ങൾ ബ്രഹ്മതത്വം അത് നിങ്ങൾ പാടണം. ഈ നന്ദ വചനത്തിലേക്ക് അവര് പാടുന്നത് അതുപോലെ നമുക്ക് കോറസ് പാടണമെങ്കിൽ അത് വേണം. ഇങ്ങനെയുള്ള പാടില്ലേ എന്റെ കണ്ണ മിണ്ടീല അങ്ങനെയൊക്കെ ഒരു പാട്ടില്ലേ അതാ അത് പറയുന്നത്. ഞാൻ എനിക്ക് ഈ ടൈപ്പ് റേഞ്ച് എനിക്ക് പറ്റുള്ളൂ. അതാണ് ഞാൻ അങ്ങനെയൊക്കെ പാടിയത്. അതായത് കേൾക്കുമ്പോ ഈ അടി വയറിയുന്ന നമ്മൾ അടി വയറിയുന്ന ഗ്യാസ് അല്ല അടി വയറിയുന്ന എന്നാ പിടിച്ചോ. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പറയൂ നിനക്കേറ്റവും ഇഷ്ടം പോലെ ഉത്തരം സ്പഷ്ടം. നീയൊക്കെ ഇവിടെ പാട്ടും പാടി കളിച്ച് ചിരിച്ചോണ്ടിരുന്നോ? ഞാനുണ്ടല്ലേ വിഷു ആയിട്ട് രണ്ടെണ്ണം അടിക്കാനുള്ള വകുപ്പ് ഒപ്പിച്ചോണ്ടാണ് വന്നത്. നല്ല പയ്യായി. കഴിഞ്ഞ വർഷത്തെ വിഷു നിനക്ക് ഓർമ്മയുണ്ട? ഒപ്പിച്ചിട്ടുണ്ടോ കോള്? അത് പോയിട്ട് അവിടെ പോയപ്പോ സുരേഷ് പറഞ്ഞ കേട്ടോ നിങ്ങൾ കണിക്കൊന്ന കാണിക്കാൻ വന്നതാണോ അത് വേറെ വല്ലതും കാണിക്കാൻ വന്നതാണോ? നിങ്ങൾ 3 പേരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു അലുമ്പുമില്ല. മനസ്സിലായ? നമ്മളെ പ്രഭാകരൻ അഡ്വക്കേറ്റ് ഇല്ലേ, റിട്ടയർഡ് പ്രഭാകരൻ സാറിന്റെ വീട്ടില് വിഷുവിന്റെ അന്ന് ആ പുള്ളിക്കാരന്റെ വീട്ടില് ഒരു കൃഷ്ണവേഷം കെട്ടി ഒരാളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. നമുക്ക് 4 പേർക്കും കൂടി എന്തെങ്കിലും ഒരു ഐഡിയപരമായിട്ട് ആരെങ്കിലും ഒരാൾ കൃഷ്ണവേഷം കെട്ടിയ 5000 രൂപയാണ് അയാൾ നമുക്ക് കൃഷ്ണനാക്കി എനിക്ക് പറ്റിയൊന്നുമില്ല. പക്ഷെ യവൻ ചെയ്ത ശരിയാവൂടെ? ഇവൻ ഒരു മെനയില്ലടേ. ഇതൊരു മെനയില്ലെന്നാ ഒരു വർത്തമാനം സംസാരിക്കില്ല. നീയൊക്കെ 3 കൂടെ അടി കൂടണ്ട. ഇടേ അങ്ങേ എനിക്ക് കണ്ണ് കാഴ്ച കുറവുണ്ട്, ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഏവൻ കൃഷ്ണനായാലും മതി. മനസ്സിലായ? പിന്നെ നമ്മളെ കൊട്ടും ഇവന്റെ ഊട്ടും മതി. മനസ്സിലായ? അങ്ങനെ വേഷങ്ങളൊക്കെ വേണം, അല്ലാതെ വെറുതെ എനിക്ക് ആവാൻ പറ്റുന്നില്ല. വേഷങ്ങളൊക്കെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. പോയിട്ട് കേട്ടോ. നീ ഷർട്ടൊക്കെ ഇതാ പറഞ്ഞേ മേക്കപ്പ് ഒക്കെ ചെയ്തോളൂ. അടിപൊളി അടിപൊളി മേക്കപ്പ് കൃഷ്ണൻ വീട്ടിൽ പോണ്ടാ കള്ളേ ഇട്. നീ എന്നടാ പറഞ്ഞു ഉമ്മനെ കെട്ടുന്നത്? നോക്കുന്നത് ലുക്ക് എന്താ അപ്പോ കൂട്ടുകാരി ഉപവിഷ്ടരായാലും ഞാൻ നിങ്ങളുടെ ലീലാവിലാസങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അയ്യോ കൃഷ്ണ എന്ന് ചുമ്മാ നമ്മൾ സങ്കല്പത്തിലാണ് പറഞ്ഞത് അടിപൊളിയെന്ന്. നീ പറഞ്ഞാലേ കറക്റ്റ്. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോയി. ചുമ്മാ നിന്റെ ടെമ്പോ പിടിക്കാനുള്ള പരിപാടിയല്ലേ? ഒരു കോള് ഉണ്ടോ? ഹലോ അണ്ണാ. ഇല്ലണ്ണല്ല, റെഡിയായി കൃഷ്ണ റെഡിയായി. ഓക്കെ പൈസയുടെ കാര്യം പറ. പൈസയുടെ കാര്യം തന്നെയാണോ? പോണോ? ശരി അണ്ണാ ശരി. എടേ ഒന്നും നടക്കൂല്ലേ? പരിപാടി ആക്കിയാണ് ചെറുക്കനെ പിടിച്ച് മണ്ണും തേച്ച് വെച്ചിട്ട്. പുള്ളിക്കാരൻ മരിച്ചുപോയാ? നല്ല എണ്ണം കെട്ടവ. എടാ നെഞ്ചുടിയൊക്കെ ഞാൻ അപ്പോഴേ പറഞ്ഞേ വേണ്ട വേണ്ടാന്ന്. ഇവ കൃഷ്ണൻ ഭാഷ കിട്ടിയത് കാലന്റെ ഭാഷ കിട്ടിയതാടാ. ഉള്ള നല്ലൊരു വിഷു ഐഡിയ കൊണ്ടുവന്ന് നീ ഒരു കൃഷ്ണനെ കൂടി കൊണ്ടുവരാത്തന്തടാ. ഞാൻ എന്ത് ചെയ്യാടേ? നീ എന്ത് ചെയ്യാന്ന്? ഞാൻ ആയാ മതിയായിരുന്നു. നീ ഇനി പറഞ്ഞിട്ടേ കല പറഞ്ഞിട്ട് കാര്യം പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാടേ. ഇപ്പുറത്ത് വെച്ച് ശരിയാവൂ. എപ്പുറത്ത് വയ്ക്കാൻ ഇപ്പുറത്ത് വയ്ക്കാൻ. ഇപ്പൊ എന്ത് ചെയ്യോടെ? നല്ലൊരു വിഷു എന്റെ കൃഷ്ണ. ഈ വിഷു എങ്കിലും നന്നായി തരണമേ എന്ന് വിചാരിച്ചു. എന്നാലും കുഴപ്പമില്ല, നന്നാക്കി തരണേ. ഹാപ്പി വിഷു.